വഖഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേരള കോൺഗ്രസ്. വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കുമെന്ന കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ് എംപിയുടെ പ്രഖ്യാപനം ചർച്ചയാവുകയാണ്. മുനമ്പം സമരപന്തലിലെത്തിയപ്പോഴായിരുന്നു UDF പൊതു നിലപാടിന് വിരുദ്ധമായ പ്രഖ്യാപനം. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് മുനമ്പം സമരപന്തലിലെത്തിയ ഫ്രാൻസിസ് ജോർജ് എംപി പ്രഖ്യാപിച്ചത്. തന്റെയും പാർട്ടിയുടെയും നിലപാട് ഇതാണെന്നാണ് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കിയത്. വഖഫിന്റേത് ഏകപക്ഷീയമായ അവകാശവാദമാണ്. സ്വാഭാവിക നീതിയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതെന്നും കേരള കോൺഗ്രസ് എംപി തന്നെ പറയുമ്പോൾ കോൺഗ്രസും UDF-ലെ മറ്റു കക്ഷികളും വ്യക്തതയുള്ള ഒരു നിലപാട് ഇതുവരെ പ്രഖ്യാപിക്കുന്നില്ല. 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. എന്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കി. ഓരോ ജനപ്രതിനിധിയും എന്ത് നിലപാട് എടുക്കുന്നുവെന്നറിയാൻ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തങ്ങളും ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണെന്ന് മുനമ്പം സമരസമിതി നേതാവ് സിജി ജെൻസൺ ഇതേ വേദിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അടുത്ത പാർലമെന്റിൽ TV ഓണാക്കി വെച്ച് ഭാഷ അറിയില്ലെങ്കിലും ഞങ്ങൾ നോക്കിയിരിക്കും നിങ്ങളുടെ നിലപാടുകൾ അറിയാനായിട്ട്. സാറ് പറഞ്ഞത് അവിടെ സാർ പ്രാവർത്തികമാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുനമ്പം വിഷയത്തിൽ നടന്ന രാപ്പകൽ സമരത്തിലായിരുന്നു എംപിയുടെ പ്രഖ്യാപനം. ആക്സ് ഭാരവാഹികളായ ജോർജ് സെബാസ്റ്റ്യൻ, കുരുവിള മാത്യൂസ് എന്നിവരും വേദിയിലുണ്ടായിരുന്നു. നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് കേരള കോൺഗ്രസ് എം ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു കേരള കോൺഗ്രസ് എം നിലപാട്. എന്നാൽ സമരപന്തലിൽ എത്തിയപ്പോഴും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ജോസ് കെ മാണി എംപി തയ്യാറല്ലായിരുന്നു. മുനമ്പം വിഷയത്തിൽ കേരള കോൺഗ്രസുകൾ വ്യത്യസ്ത നിലപാടിലേക്ക് നീങ്ങുന്നത് ഇടതു വലതു മുന്നണികൾക്ക് ഒരുപോലെ തിരിച്ചടിയാണ്. ജനം, കൊച്ചി.